ഉത്തരേന്ത്യയിലാകമാനം ഗോസംരക്ഷണത്തിന്റെ പേരിൽ സംഘപരിവാർ നടത്തുന്ന ആക്രമണങ്ങൾ ആസൂത്രിതമെന്ന അഖിലേന്ത്യാ കിസാൻ സഭ. കന്നുകാലികളുടെ വിലയിടിച്ച കോർപ്പറേറ്റുകൾക്ക് വൻ ലാഭം കൊയ്യാനുള്ള ഗൂഢലക്ഷ്യമാണ് കൊലപാതകങ്ങൾക്കും അതിക്രമങ്ങൾക്കും പിന്നിൽ. രാജ്യത്ത് ബീഫ് കയറ്റുമതി ചെയ്യുന്ന വൻകിട കോർപ്പറേറ്റ് കമ്പനികളിൽ ഭൂരിഭാഗവും സംഘപരിവാർ ഉടമസ്ഥതയിലുള്ളതാണെന്നും കിസാൻ സഭ. യുപിയിലെ ഷാംലി സ്വദേശിയാണ് വസീം. വസീമിന്റെ സഹോദരൻ തെക്സിമിനെ ജൂൺ 7 ഛത്തീസ്ഗഡിൽ വെച്ച് പശുക്കടത്തിന്റെ പേരിൽ തല്ലിക്കൊന്നു. എരുമകളെ ഒഡീഷയിലേക്ക് മാർക്കറ്റുകളിൽ എത്തിക്കാൻ പോകും വഴിയായിരുന്നു സംഘപരിവാർ ആക്രമണം. അതേ സ്ഥലത്ത് വെച്ച് 2 മാസം മുൻപാണ് വസീമും ആക്രമിക്കപ്പെട്ടത്. ക്രൂരമായ മർദ്ദനത്തിനിരയായ പാടുകൾ ഇപ്പോഴും വസീമിന്റെ ശരീരത്തുണ്ട്. പശുക്കടത്ത് ആരോപിച്ച് ഛത്തീസ്ഗഡിലെ BJP സർക്കാർ 2 മാസം ജയിലിലടച്ചുവെന്നും വസീം പറയുന്നു. 2-3 महीने पहले रमजान के महीने 5वें रोजे पे मेरी भी गाड़ी उन्होंने पकड़ी थी और मुझे बहुत बेदर्दी से मारा था और भैंस मेरी गाड़ी में भरी हुई थी और फिर मेरे को जेल भेज दिया था. ഉത്തരേന്ത്യയിൽ വലിയ രീതിയിൽ ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ആവാര പശു എന്നാണ് കർഷകർ ഉത്തരം പറയാം. ഈ സ്ട്രേ കാറ്റിൽ, അൺപ്രൊഡക്റ്റീവ് കാറ്റിലിനെ അവർ വളർത്താൻ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തുറന്നുവിടുന്നു. ഷാംലിയും സഹറൻപൂരും അവിടുത്തെ കർഷകർ പറഞ്ഞത് ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കിക്കൊണ്ട് അത് വളരെ കുറഞ്ഞ വിലക്ക് ഈ കമ്പനികൾക്ക് ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലാൻഡ് രീതിയാണ്. മാഫിയ തന്നെ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഉത്തരേന്ത്യയിലെ ബീഫ് കയറ്റുമതി ചെയ്യുന്ന വൻകിട കമ്പനികളെ നിയന്ത്രിക്കുന്നതും കൈവശം വെച്ചിരിക്കുന്നതും BJP സംഘപരിവാർ നേതാക്കളാണ്. കർഷകരുടെ ഉരുക്കൾക്ക് അല്ലെങ്കിൽ കന്നുകാലികൾക്ക് മാർക്കറ്റ് വില കൊടുത്ത് അവരെ ഗവൺമെൻറ് അത് വാങ്ങാൻ തയ്യാറാവണം. അവർ ഗോരക്ഷ നടത്തുന്നുണ്ടെങ്കിൽ അത് കർഷകരുടെ ചെലവിലല്ല വേണ്ടത്. കർഷകരുടെ മൃഗങ്ങൾക്ക് അല്ലെങ്കിൽ കന്നുകാലികൾക്ക് വില കൊടുക്കാൻ ഗവൺമെൻറ് ആ നിയമത്തിൽ വകുപ്പ് ഉൾപ്പെടുത്തണം. ഭയവും നിസ്സഹായതയും നിറഞ്ഞ തൊഴിലിടങ്ങളായി ഉത്തരേന്ത്യയിലെ മാട് വ്യവസായം മാറിക്കഴിഞ്ഞു. കേന്ദ്ര സർക്കാരുകൾ കൃത്യമായി ഇടപെട്ടില്ലെങ്കിൽ ഇനിയും ഇത്തരം തൊഴിലിടങ്ങൾ സംഘപരിവാറിൻ്റെ കൊലക്കളമായി മാറും. യുപിയിലെ ഷാംലിയിൽ നിന്നും ക്യാമറമാൻ ശൈലേഷ് കലായിക്കൊപ്പം CB ജോസഫ്, കൈരളി ന്യൂസ്.